നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഒരു മഹാസമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് നമ്മുടെ രാഷ്ട്രീയക്കാരോ പൊതുജനങ്ങളോ ഒന്നുമല്ല. നമ്മൾ ബംഗാളികൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ബംഗ്ലാദേശികളും അതുപോലെ അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് അനധികൃതമായി താമസിക്കുന്ന ആളുകളും അസമിൽ നിന്നുമൊക്കെ വന്ന് ഈ ബംഗാളിൽ വന്ന പിന്നെ അവിടുന്ന് അസമിലേക്ക് വരും. അപ്പം അവൻ ആസാമിയായി. പിന്നീട് ഛത്തീസ്ഗഡിലേക്ക് വരും. അപ്പൊ ഛത്തീസ്ഗഡുകാരനായി. അടിസ്ഥാനപരമായി അവൻ ബംഗ്ലാദേശിയാണ്, അനധികൃത കടന്നുകയറ്റക്കാരനാണ്. അങ്ങനെയുള്ള ആളുകളുടെ 10,000-4,000 പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ സമ്മേളനം നടന്നു. മുഖ്യധാരാ മാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല. നമുക്ക് SIR വേണ്ട വേണ്ട എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും CPM-ഉം അവരുടെ മനസ്സിലിരിപ്പ് ഇതോടുകൂടി ബോധ്യമായി. ഇവിടെ നടന്നത് വെറുമൊരു സമ്മേളനമല്ല, കുടുംബ സംഗമവും മതപ്രഭാഷണവും ഇന്ത്യക്കെതിരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിനെതിരെയും ഹിന്ദുവിസത്തിനെതിരെയും ഒക്കെയുള്ള പ്രഭാഷണങ്ങളൊക്കെയാണ് ഈ ഒരു മഹാസമ്മേളനത്തിൽ ഉസ്താദുമാർ പല പല ഭാഷകളിൽ നടത്തിയത്. ഉസ്താദുമാരെ കൊണ്ടുവന്ന് വലിയ സ്റ്റേജൊക്കെ കെട്ടിയായിരുന്നു, മഞ്ചേരിയിലായിരുന്നു. എന്നിട്ട് ഇതിൽ ഒരുത്തൻ പറയുന്നത് കേട്ടു, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടതാണ്, പറയുന്നത് കേട്ടു, ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ്, ഞങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് ഇവിടെയുള്ളവർ കരുതുന്നത്, പ്രത്യേകിച്ചും സർക്കാരൊക്കെ തന്നെ. നമ്മൾ കൊറോണ കാലത്ത് കണ്ടു, ഇവന്മാർക്ക് TV, അരി, ബസ്മതി റൈസ്, പ്രത്യേകമായ പച്ചക്കറികളൊക്കെ വീട്ടിലെത്തിച്ചു കൊടുക്കുക, ഇവരെ ഹൃദയം തുറന്ന് സ്വീകരിക്കുക, അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് പൂവിട്ട് പൂജിക്കുക ഒക്കെ നമ്മൾ കണ്ടു. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. 2017 മുതൽ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത ഞാൻ അന്ന് എല്ലാ മാധ്യമങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുക. ഇപ്പോൾ ഈ മഞ്ചേരിയിൽ 4,000 പേരാണ് കൂടിയതെങ്കിൽ, 3,000 പേരാണ് കൂടിയതെങ്കിൽ, അടുത്തത് കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട്ട് നടക്കുമ്പോൾ കുറച്ചുകൂടി അധികം പേർ വരും. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിന് അടുത്തുള്ള ഉച്ചക്കട തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇവന്മാരുടെ കയ്യിലാണ്. ഇവരല്ലാതെ അവിടെ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അവിടുത്തെ മലയാളികൾക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു വോട്ട് ബാങ്ക്, സമാന്തര വോട്ട് ബാങ്ക്, പാരലൽ വോട്ട് ബാങ്ക് രൂപീകരിച്ച് ഇവരേതായാലും BJPക്ക് വോട്ട് ചെയ്യില്ലല്ലോ. ബംഗ്ലാദേശികളല്ലേ, ബംഗ്ലാദേശികളും ബംഗാളികളുമല്ലേ, അല്ലെങ്കിൽ അനധികൃത കടന്നുകയറ്റക്കാരല്ലേ. അപ്പം SIR കൊണ്ടുവന്നത് ഇവന്മാരെയൊക്കെ പിടിക്കാൻ തന്നെയാണ്. തീർച്ചയായിട്ടും പിടിക്കുകയും ചെയ്യും. അത് പീഡിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. ഇവന്മാർ ഇവിടെ വന്ന് വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ ഇവന്മാർ സർക്കാർ സഹായത്തോടു കൂടി വോട്ട് ബാങ്ക് ആയിട്ട് മാറിയിട്ട് ഇവിടെ സർക്കാരുകളെ അധികാരത്തിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഇവിടുത്തെ കേരളീയർ എന്ന് പറയുന്ന നമ്മൾ മലയാളികളൊക്കെ തന്നെ പുറത്താവും. ഇവന്മാരായിരിക്കും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവന്മാർ ഇവിടുത്തെ വോട്ട് ബാങ്കിന്റെ ഒരു മർമ്മമായി മാറും. അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസിനും വോട്ട് കിട്ടും, CPM-നും വോട്ട് കിട്ടും. അത് പ്രതീക്ഷിച്ചാണ് ഇവന്മാരെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പരിച്ഛേദമാണ്, അതിന്റെ ഒരു വികൃതമായ മുഖമാണ് ഈ മതപ്രഭാഷണവും മറ്റു കാര്യങ്ങളും നടത്തി മഞ്ചേരി ഈ ഒരു സമ്മേളനം നടത്തി 10,000-3,000 പേര് പങ്കെടുത്തു. കുടുംബ സംഗമമാണെന്നാണ് പറയുന്നത്. വന്നതിൽ ഏതാണ്ട് ഒരു 90%-ലധികം ആളുകൾ ഇതുപോലെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് എന്നുള്ള ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇവന്മാരെ ഇങ്ങനെ തീറ്റിപ്പോറ്റി അനധികൃതമായി വോട്ടും മേടിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും കൊടുത്ത് ഇവരെ ഇങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് CPM-ഉം ചെയ്യുന്നത്, കോൺഗ്രസും ചെയ്യുന്നത്. അതെവിടെയായിരുന്നു. അതുകൊണ്ടാണ് ഈ SIR-നെ എതിർക്കുന്നത്. SIR യഥാർത്ഥ രീതിയിലുള്ള ആളുകളെ കണ്ടെത്തുകയും ബാക്കിയുള്ളവരെ പുറത്താക്കുകയും ചെയ്യും. അപ്പം യുവമാരുടെ ഈ വോട്ട് ബാങ്ക് രൂപീകരിച്ച് യുവമാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോലും പോയത്. അയ്യോ, SIR വേണ്ട, ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾ ഉണ്ടാക്കിയ കള്ള ലിസ്റ്റുണ്ട്, ബംഗാളികളെയും ബംഗ്ലാദേശികളെയും തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ പോവും, പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ വരെ പോകുന്നത്. അപ്പം അടവ് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് കാലങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായി വോട്ട് പട്ടികകൾ തയ്യാറാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ തള്ളിക്കയറ്റിക്കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം സർക്കസുകളൊക്കെ ഇവിടെ നടക്കുന്നത്. അത് SIR വരുന്നതോടൊപ്പം മഞ്ചേരിയിലെ സമ്മേളനം എന്തായാലും ഒരു സൂചനയാണ്, മലയാളികൾക്കുള്ള സൂചനയാണ്, സർക്കാരിനല്ല, മലയാളികൾക്കുള്ള ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഒരു ദുസ്സൂചനയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇവന്മാർ കൂട്ടം ചേർന്ന് ഇനിയും പലതും ഇവിടെ നടത്തിയെടുക്കും. നമ്മൾ കേരളീയർ എന്ന് പറയുന്ന ആളുകൾ അവസാനം നാട് വിട്ട് ഓടേണ്ടി വരുമോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ കേരളീയർ, മലയാളികൾ അല്ലെങ്കിൽ മറ്റ് ആളുകൾ നാട് വിട്ട് ഓടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം. ഒരു സൂചനയാണ്.